ഞങ്ങള് അടിപൊളി വൈബ് തന്നെ കേട്ടോ. വയനാട് കാണാനുണ്ട്. വയനാട് ഫുള്ള് എന്താ വെച്ച് കഴിഞ്ഞാൽ പാർക്ക് തന്നെയാണ്. ഇതൊക്കെ മനോഹരമായ നാച്ചുറൽ പാർക്കാണ്. ഇതിനൊന്നും പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് അങ്ങനെ വണ്ടി ഓടിച്ച് പോയാൽ മതി. ഇതാണ് സുഹൃത്തുക്കളെ ബാണാസുര ഡാമിന്റെ പരിസരം കേട്ടോ. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് അതിൻ്റെതായ എല്ലാ ഫീലിംഗ് ഉണ്ട്. എവിടെ അങ്ങനെ വണ്ടി ഓടിച്ച് പോയാൽ മതി. ഇതൊന്നിപ്പോ എല്ലായിടത്തും ഇല്ല. നമ്മുടെ മരുഭൂമിയിലൊക്കെ 5-6 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വില മനസ്സിലാവുള്ളൂ. കാരണം അവിടെ ഫുള്ള് മരുഭൂമിയല്ലേ. പിന്നെ ഒരു കഷ്ടപ്പെട്ട് കടലിലെ വെള്ളം ഫിൽറ്റർ ചെയ്ത് നല്ല വെള്ളം ആക്കിയതിന് ശേഷം ഒക്കെയാണ് ഈ ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പുവെള്ളം മാറ്റി ശുദ്ധവെള്ളം ആക്കിയിട്ടാണ് അവരവിടെ ചെടി ഉണ്ടാക്കുന്നത്. ഇവിടെ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. 6 മാസത്തോളം നമുക്ക് നല്ല വെള്ളം കിട്ടും. അപ്പം ഈ മരുഭൂമിയൊക്കെ ഉള്ള നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇതൊക്കെ നല്ല വൈബ് തന്നെയാണ് വയനാട്. ബാണാസുര ഡാമിൻ്റെ ഒക്കെ അടുത്ത് കൂടി പോകുമ്പോൾ നല്ലൊരു ഫീലാണ്. ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തല്ല കേട്ടോ, പല സ്ഥലങ്ങളിലാണ് ഓരോ സംഭവങ്ങളുള്ളത്. പക്ഷെ അതൊരു രസമാണ് ഇങ്ങനെ വേറെ ഓടിച്ച് പോവാം. ഇവിടെ എവിടെയാണെന്ന് പറഞ്ഞു ചോദിച്ചതാണ്. ലെഫ്റ്റ് കേട്ടാവും അല്ലേ? ബാണാസുര ഡാം എത്താനായിട്ടുണ്ടാവും കേട്ടോ. അല്ല എൻ്റെ മുന്നേ എന്നെ കുറച്ച് അടിച്ചത്. ഈ വൈകിട്ട് വന്നാൽ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ മുമ്പ് വന്നിട്ടില്ലേ രാത്രി? വന്ന് ഡ്രൈവിൽ മുന്നിലാണെങ്കിൽ അല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? വാപ്പ പറയുന്നത് ബാണാസുര ഫോട്ടോ കൊട്ടിന്നല്ലോ. ബസ്സിലല്ലേ വരുന്നത്. സൈഡ് വ്യൂ ഒന്നും കാണാമല്ലോ.
അതപ്പോ അല്ലേ ഓണല്ലേ ഓണാക്കി എടുത്തോ പാർക്കിംഗ് അവിടെ. ഇതാണ് സുഹൃത്തുക്കളെ ബാണാസുര ഡാമിന്റെ പരിസരം കേട്ടോ. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് അതിൻ്റെതായ എല്ലാ ഫീലിംഗ് ഉണ്ട്. എവിടെ പോലെ അവിടെ ഇതുപോലെ ഇവിടെ പോവാം. ഞങ്ങളിവിടെ ഈ പാർക്കിങ്ങിൽ ഇറക്കാൻ വേണ്ടി എവിടെ ഇടും? എവിടെ ഉണ്ടേ? അവിടെ ഉണ്ടല്ലേ. ഇല്ല കേട്ടോ മതിയോ?